മനുപ്രസാദ്, കോൺഗ്രസിൻ്റെ വക്താവ് ബേസിൽ പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, നയമൊന്നും കൊണ്ടുവന്നിട്ടില്ല. UDF സർക്കാരിൻ്റെ മദ്യനയം വന്നിട്ടില്ല. മദ്യനയം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ അമ്മമാർ ഹാപ്പി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു നിർദ്ദേശം, അതും മുൻ സർക്കാർ ഈ വിഷയത്തിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാധാ നിർദ്ദേശമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ഇതിൽ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിപ്പോൾ ഞങ്ങളാണോ കുറ്റം ചെയ്തത്, മുഖ്യമന്ത്രിയാണോ കുറ്റം ചെയ്തത് എന്ന നിലയിലേക്കാണ് എനിക്കത് സംശയം തോന്നിയത്. കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എന്താണ്? ഒന്ന്, കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടെ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 2, ബാറുകളുടെ എണ്ണം കൂട്ടി, ബാറുകളുടെ സമയം കൂട്ടി, പല കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്ത സമയത്ത് പ്രതിപക്ഷത്തിരുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇതെല്ലാം ചെയ്തോട്ടെ എന്നുള്ളതായിരുന്നില്ലല്ലോ. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ വ്യാപകമായി പ്രചരണം നടത്തിയ ആളാണ്. ഇനി ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനോടെല്ലാം വിയോജിപ്പുണ്ട് എന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് നിങ്ങൾ അധികാരത്തിലേക്ക് എത്തിയത്. ജനം നിങ്ങൾക്ക് മാൻഡേറ്റ് തന്നത് അവർ നടത്തിയതെല്ലാം ഞങ്ങളും ചെയ്യാൻ എന്ന നിലയിലല്ല എന്ന് ഓർക്കുന്നത് നല്ലത്. അതെല്ലാം അവർ ചെയ്തതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തേക്ക് പോയത്. നിങ്ങൾ അതൊന്നും ചെയ്യില്ല എന്ന് പ്രചരണം നടത്തിയതുകൊണ്ടും അതെല്ലാം തെറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് നിങ്ങൾ ഇന്ന് അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടി എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ് സമർത്ഥിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി. അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. കഴിഞ്ഞ തവണ ഇവിടെ പല കാര്യങ്ങളും ഇവർ നടപ്പിലാക്കി, അതിനോട് ഞങ്ങൾ അന്ന് എതിർത്തു. ഇന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ U-ടേൺ എന്നുകൂടി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം എന്താണ്? മുൻപൊന്ന് പറയുകയും ഇപ്പോൾ അതിനോട് തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പര്യായമായ ഡിക്ഷണറിയിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് എഴുതി വയ്ക്കും. പല ഡിഗ്രികളോടൊപ്പം U-ടേൺ എന്നുകൂടി ചേർത്ത് വയ്ക്കേണ്ട അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 2, അദ്ദേഹം പറയുന്ന ഒരു കാര്യം മദ്യനയം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ മദ്യനയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. മദ്യനയം എന്തെങ്കിലും ഒരു നയം നടപ്പിലാക്കണമെന്നില്ലാതെയാണോ നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും കാണാപ്പാഠമായി പഠിക്കുന്ന, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായ അറിവുള്ള ഒരു മുഖ്യമന്ത്രിക്ക് മദ്യനയം എന്നുള്ളതിനെക്കുറിച്ചൊരു നയസമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ സംശയം, മദ്യനയം പോലുമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനം ബഡ്ജറ്റിനുള്ളിൽ വന്നത്? ഈ ചോദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്. അല്ല മനു, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ നമ്മുടെ VM സുധീരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്. അതായത് ഇതിനെതിരെ ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നയങ്ങളും കർമ്മപദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന UDFൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, അതിനെ നിരക്കാത്തൊരു നിർദ്ദേശവും പ്രത്യക്ഷമായ പരോക്ഷമായ ബജറ്റിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് ഞാനോ ലിജുവോ ഫാദർ ജേക്കബോ മനുവോ അല്ല, VM സുധീരനാണ്. VM സുധീരൻ ആരാണ്? VM സുധീരൻ ഇത് പറഞ്ഞു. VM സുധീരൻ ഇത് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി സ്വാഭാവികമായിട്ട് പറയും, VM സുധീരനെയും നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് ഇതുപോലെ പലതും പറഞ്ഞുകൊണ്ട് നടന്നില്ലേ, എന്നിട്ട് ഞങ്ങളതൊക്കെ നടപ്പിലാക്കിയോ എന്നൊക്കെ നിലയിൽ വേണമെങ്കിൽ അദ്ദേഹം ചോദിച്ചെന്നിരിക്കും. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞത് മദ്യനയമേ രൂപീകരിച്ചിട്ടില്ല, ഞങ്ങൾക്കതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം അതിനകത്ത് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കൊരു നയം പോലും ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ടാകുന്നത്? 2, ഇവിടുത്തെ മന്ത്രിക്ക്, ലിജു എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രിക്ക് യാതൊരു ധാരണയും ഇതിനെ പറ്റിയില്ല. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ധാരണയില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? 2 കോൺഗ്രസിൻ്റെ പ്രതിനിധി പല പേരുകളും പറഞ്ഞു. അങ്ങനെയുള്ളവരെ അറിയാം, ഇങ്ങനെയുള്ളവരെ അറിയാം. കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഞാൻ പറയുകയാണ്, ഞങ്ങൾക്കും പലരെയും അറിയാം. അതല്ല ഇവിടുത്തെ ചർച്ച. ഇറ്റലിയിലെ ബാറുകളിൽ മദ്യം വിളമ്പിക്കൊണ്ടിരുന്നവരെക്കുറിച്ചും അവിടെ നിന്ന് തുടങ്ങിയാൽ ഇങ്ങേയറ്റം പല പ്രൈവറ്റ് സെക്രട്ടറിമാരും കഞ്ചാവ് കേസുകളിൽ പ്രതിയായവരെ കൂട്ടിച്ചേർത്ത് വെച്ച് പല പദ്ധതികളും നടപ്പിലാക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയാനേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അതല്ല വിഷയം. വിഷയം കേരളത്തിലെ ജനത, യുവാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. ഞാനിപ്പോഴും ഇറ്റലിയിലെ ബാറെന്നേ പറഞ്ഞോളൂ. ഞാൻ പേര് പറഞ്ഞിട്ടില്ല.
ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഇറ്റലിയിലെ ബാർ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് ഉത്തരവാദിത്തം എനിക്കല്ല. ഇറ്റലിയിലെ ബാറുകളിൽ തുടങ്ങി പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് എന്ന് എന്റെ അവസരം കൂടിയാണ് ബഹുമാനപ്പെട്ട അങ്ങേക്ക് പോളോ. ഞാൻ ഇറ്റലിയിലെ ബാറെന്ന് മാത്രം പറഞ്ഞപ്പോൾ അങ്ങേക്ക് ഇങ്ങനെ ശബ്ദം ഉയർത്തേണ്ട ഗതികേട് വരുന്നല്ലോ. ഞാൻ അങ്ങേ പറഞ്ഞോ ഇങ്ങനെ പല പേരുകളെ പറയുമ്പോൾ ഇറ്റലിയിലെ ബാറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ ഇറ്റലിയിലെ ബാറിനെ കുറിച്ച് ബോധേടുവല്ലാന്ന് ഞാൻ പറയുന്നല്ലോ. ഇറ്റലിയിലെ ബാറുകളെ കുറിച്ച് ഞങ്ങൾ ബോധേടല്ല, ഞങ്ങൾ കേരളത്തിലെ യുവജനങ്ങളെ കുറിച്ച് ബോധേടാണ്. അവരെ പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പറയാൻ ഒരുപാട് പേരുകൾ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കയ്യടി കിട്ടാനോ രണ്ട് വാക്ക് പറയാനോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ മതിയാകും. പക്ഷേ നിങ്ങളെടുക്കുന്ന നയങ്ങളുടെ ഇരയായി മാറുന്ന കേരളത്തിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കുക എന്നുള്ളതും അത് ചോദ്യം ചെയ്യുക എന്നുള്ളതും ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ ഇറ്റലിയിലെ ബാറുകളെ കുറിച്ച് ചെറുതായി ഒന്ന് പരാമർശിച്ചിട്ട് ഞാൻ സൂചിപ്പിച്ചു. അതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? നിങ്ങൾക്കൊരു മദ്യനയം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. മദ്യനയം ഇല്ലാതിരിക്കെ നിങ്ങൾ കർണാടകയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യ കമ്പനിക്ക് നികുതി കുറച്ചു കൊടുക്കുന്ന ഒരു പരാമർശം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ? രണ്ടാമത്തെ ചോദ്യം, ആ ഇടപെടത്തില്ല, ആളുകൾക്ക് നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയോ തെറ്റോ എന്നുള്ളതിനപ്പുറം നിങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് കേട്ടിരുന്നതല്ലേ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി? നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റോ എന്നല്ലാതെ നിങ്ങൾ പറയുന്നത് മുഴുവനായി കേട്ടിരുന്ന ആളല്ലേ ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്കൊരു മദ്യനയം ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ, ഇപ്പോഴും രൂപീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ, നിങ്ങൾ എങ്ങനെ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു മദ്യ കമ്പനിക്ക് കേരളത്തിൽ നികുതി കുറച്ച് മദ്യം വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പരാമർശം നിങ്ങളുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്നു? ഉത്തരം പറയണ്ടേ? രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ലഹരി കുറഞ്ഞ മദ്യം എവിടെയൊക്കെയാണ് വിൽക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി ഈ കാര്യത്തിലുണ്ടോ? ഓരോ ആളുകൾക്കും ലഹരി കുറഞ്ഞതാണ് എന്ന് പ്രചരണം നടത്തി മദ്യത്തിന്റെ ആസക്തിയിലേക്ക് ഒരു തലമുറയെ കൊണ്ടുപോകുന്നതിനെ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോഴുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ വി എം സുധീരനെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ആശങ്കയുണ്ട്. ഇവിടെ പല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പലർക്കും ആശങ്കയുണ്ട്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഫാദർ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൽ ജീവിച്ചയാളാണ് അദ്ദേഹം. അവിടെ മദ്യം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾക്ക് മദ്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മദ്യത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവന്ന് സമൂഹത്തെ കൂടുതൽ നവീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം തൂഫാൻ ഒരു ഭാഗത്ത് നടപ്പിലാക്കുകയും ആ തൂഫാൻ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മുക്തമായി പോയാൽ ഞങ്ങളുടെ വരുമാനവും കമ്മീഷനും കുറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് പുതിയൊരു സാധനം എത്രയും പെട്ടെന്ന് ഇറക്കുമതി ചെയ്യണമെന്നുള്ള വ്യഗ്രതയാണോ ഇവിടെ കാണുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? രണ്ട്, അങ്ങ് സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ സർക്കാരും അത് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്.